എല്ലാ സുഹൃത്തുക്കൾക്കും യാത്രാവേളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം സ്ഥിതി ചെയ്യുന്നതെന്നുണ്ടെങ്കിലും തമിഴ്നാട് വഴിയാണ് പറമ്പിക്കുളത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തമിഴ്നാടിൻ്റെ പല ചെക്ക് പോസ്റ്റുകളും കടന്നിട്ടാണ് പറമ്പിക്കുളത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പം പറമ്പിക്കുളം പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് പറമ്പിക്കുളത്തേക്ക് എങ്ങനെ പോകാം, എങ്ങനെയൊക്കെ യാത്ര ചെയ്യാം, ഏത് വഴിയെ വേണം പറമ്പിക്കുളത്തേക്ക് പോകാൻ, പറമ്പിക്കുളം എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാണാനുണ്ട്, അവിടുത്തെ സ്റ്റേ. കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. പാലക്കാട് ജില്ലയിൽ നിന്ന് 100 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം പറമ്പിക്കുളത്ത് എത്തുവാൻ വേണ്ടിയിട്ട്. സേത്തുമട വഴി വേണം പറമ്പിക്കുളത്തേക്ക് യാത്ര ചെയ്യാൻ. തമിഴ്നാട്ടിലെ ആനമല വന്യജീവി സങ്കേതവുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മരമായ കന്നിമരം സ്ഥിതി ചെയ്യുന്നതും ഈ പറമ്പിക്കുളത്താണ്. യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പൊള്ളാച്ചി വഴി, പൊള്ളാച്ചിയിൽ നിന്നും സേത്തുമടയിൽ നിന്നും ഈ ആനമല ടൈഗർ റിസർവ് ഏരിയ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് അതിർത്തിയിലാണ്. ഈ ഒരു ചെക്ക് പോസ്റ്റ് കടന്ന് മാത്രമേ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളത്തേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുള്ളൂ. രാത്രി 1 മണിക്കാണ് ഞാൻ യാത്ര പുറപ്പെട്ടത്. കോഴിക്കോട് നിന്നും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 2:15 ബസ്സിന് പാലക്കാട്ടേക്കും അവിടുന്ന് 8 മണിൻ്റെ ബസ്സിന് പൊള്ളാച്ചി വഴി പറമ്പിക്കുളത്തേക്കുമാണ് യാത്ര പോകുന്നത്. ഒന്നരയോട് കൂടി KSRTC സ്റ്റാൻഡിലെത്തി. പിന്നെയും ഏകദേശം 3/4 മണിക്കൂർ ബസ് വരാൻ ടൈമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുകളിലൊക്കെ കയറി മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം 2 മണിയായപ്പം ബസ് ട്രാക്കിൽ വന്ന്. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ് പാലക്കാട്ടേക്ക്. രാത്രി ആയതുകൊണ്ട് തന്നെ യാത്രക്കാർ വളരെ കുറവാണ്. കൃത്യം 2:15 തന്നെ ബസ് പാലക്കാട്ടേക്ക് പുറപ്പെട്ട് 155 രൂപയാണ് കോഴിക്കോട് നിന്നും പാലക്കാട്ടേക്കുള്ള ടിക്കറ്റ് ഫെയർ വരുന്നത്. രാത്രി സർവീസ് ആയതുകൊണ്ട് പാലക്കാട് എത്താൻ കൂടുതൽ സമയം എടുത്തില്ല. 5:30 മണിക്ക് പാലക്കാട് എത്തി. ഇനിയും ഏകദേശം 2.5 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം. 8 മണിക്കാണ് പറമ്പിക്കുളത്തേക്കുള്ള ബസ് വരിക. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായയും കുറച്ച് ലഘുഭക്ഷണമൊക്കെ കഴിച്ച് ബസ്സിനുള്ള വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ സമയം 6 മണിയായിട്ടുള്ളൂ. കൃത്യം 7:45 പറമ്പിക്കുളത്തേക്കുള്ള ബസ് വന്ന്. ഇനി 4 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം 12 മണിക്ക് മാത്രമേ പറമ്പിക്കുളത്ത് ബസ് എത്തുള്ളൂ. പാലക്കാട് നിന്നും പറമ്പിക്കുളത്തേക്ക് വരുന്ന ബസ് ഫെയർ എന്ന് പറയുന്നത് 117 രൂപയാണ്. ഒൻപതര മണിയായപ്പം ബസ് പൊള്ളാച്ചിയിൽ എത്തി. അത്യാവശ്യം രാവിലെ ആയതുകൊണ്ട് തന്നെ പൊള്ളാച്ചിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഏക സർവീസാണ് ഈ പാലക്കാട് നിന്നും രാവിലെ 8 മണിക്ക് പുറപ്പെടുന്ന മലബാർ ബസ്. ഇതുപോലെ തന്നെ വൈകിട്ട് 3:30 മണിക്ക് പൊള്ളാച്ചിയിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് ഒരു തമിഴ്നാടിൻ്റെ ഒരു ബസ് സർവീസ് കൂടിയുണ്ട്. ഈ 2 സർവീസ് മാത്രമാണ് നിലവിൽ പറമ്പിക്കുളത്തേക്കുള്ള ബസ് സർവീസായിട്ട് ഉള്ളത്. പൊള്ളാച്ചിയിൽ നിന്നും സേത്തുമടയിലേക്ക് പോകുന്ന ഈ വഴിക്ക് റോഡിൻ്റെ ഇരുവശത്തായിട്ട് റോഡ് മൂടിക്കിടക്കുന്ന പുളിമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ വഴിനീളെ കാണാൻ വേണ്ടി സാധിക്കും. ആ കാഴ്ച ചിലയിടങ്ങളിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഇതേപോലെ കാണാൻ വേണ്ടി പറ്റും. സേത്തുമടയിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ആനമല ടൈഗർ റിസർവ് ഏരിയ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ഇനി വനത്തിലൂടെയുള്ള യാത്രയാണ്. ഏകദേശം 35 കിലോമീറ്ററോളം വനത്തിലൂടെ യാത്ര ചെയ്ത് വേണം പറമ്പിക്കുളത്ത് എത്തുവാൻ വേണ്ടിയിട്ട്. ഇതാണ് ആനമല ടൈഗർ റിസർവ് ചെക്ക് പോസ്റ്റ് വരുന്ന തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ്. പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഇവിടുന്ന് കടന്നു പോകാൻ ചെറിയൊരു ഫീസ് വരുന്നുണ്ട്. വൈകിട്ട് 4 മണിയാകുമ്പോൾ ഈ ചെക്ക് പോസ്റ്റ്
ക്ലോസ് ചെയ്യും. പിന്നെ ഇവിടുന്ന് ഇത് തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റാണ്. പിന്നെ ഇവിടുന്ന് അകത്തേക്ക് ഒരു വാഹനവും കടത്തി വിടില്ല. ഈ വനത്തിലൂടെയുള്ള യാത്രയിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് മാനും കുറച്ച് മയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതല്ലാതെ മറ്റൊന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഈ ബസ് 12 മണിക്ക് പറമ്പിക്കുളത്തെത്തി 12:30-ക്ക് പറമ്പിക്കുളത്തുനിന്നും തിരിച്ച് പൊള്ളാച്ചിക്ക് തിരിച്ചു പോകും. അതിന് ശേഷം വൈകിട്ട് 4 മണിക്ക് പൊള്ളാച്ചിയിൽ നിന്ന് വരുന്ന ബസ് അതുപോലെ തന്നെ 6 മണിക്ക് തിരിച്ചു പോകും. ബസ്സിന് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു ബസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തൊരു ബസ് ഉണ്ടാവുള്ളൂ. ഇതും തമിഴ്നാടിൻ്റെ തന്നെ മറ്റൊരു ചെക്ക് പോസ്റ്റാണ്. ഇവിടെ അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഈ ഒരു ഭാഗത്തുണ്ട്. പ്രൈവറ്റ് വാഹനത്തിൽ വരുന്നവർക്കൊക്കെ ഇവിടെ നിർത്തി ഇവിടുത്തെ കാഴ്ചകളും കണ്ട് യാത്ര ചെയ്യാവുന്നതാണ്. ഈ പോകുന്ന വഴിക്കൊക്കെ ട്രിപ്പിൾ ഒരുപാട് വീടുകളൊക്കെ കോളനികൾ ഒരുപാട് ഈ വഴി ഉണ്ട്. ഏകദേശം ഇവിടെ നിന്നാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കേരളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കേരള തമിഴ്നാട് ബോർഡറാണ്. ഇവിടുന്നും ഏകദേശം 28 കിലോമീറ്ററോളം വരുന്നുണ്ട് പറമ്പിക്കുളം എത്താൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ചെക്ക് പോസ്റ്റ് വരുന്നത് ആനപ്പന്തിയിലാണ്. ആനപ്പന്തിയിലാണ് സഫാരി കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേക്കുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ആനപ്പന്തിയിലുണ്ട്. ഏകദേശം പെർ ഹെഡ് വരുന്നത് 3000 രൂപകളാണ് ഒരാൾക്ക് ഒരു ദിവസത്തെ സ്റ്റേക്കും വേണ്ടിയിട്ട് വരുന്നത്. സഫാരിക്ക് 400 രൂപയാണ് ഒരാൾക്ക് പെർ ഹെഡ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചു പോവാം. അപ്പം പിന്നെ ദേഷ്യം പിടിച്ചോളും. അതിന് വയ്യാതെ കൂടും. ഏകദേശം 12 മണിയോട് അടുപ്പിച്ച് തന്നെ ബസ് പറമ്പിക്കുളത്ത് എത്തിച്ചേർന്നു. പറമ്പിക്കുളത്ത് കൂടുതലായിട്ടൊന്നും കാണാനില്ല. പറമ്പിക്കുളം ഡാമുണ്ട്, അതുപോലെ ഒരു പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, സ്കൂള്, ഒരു ഹോട്ടൽ. പറമ്പിക്കുളത്തുള്ള ഗ്രാമവാസികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന 2 സർവീസാണ്. ഒന്ന് കേരളത്തിൻ്റെതും ഒന്ന് തമിഴ്നാട്ടിൻ്റെതും. ഈ ബസ് ഇനി 12:30 മണിക്ക് തിരിച്ച് പാലക്കാട്ടേക്ക് പോവും. നമ്മുടെ റൂം
എങ്ങനെ പോയാലും 8 കോടി പിണറായി മറ്റേ ബസ് കൂടി നടക്കണ്ടല്ലോ. ചോറിനെയും കൂടെ ഉണ്ടോ? ആ അതപ്പോ ഞാൻ വന്നേ ആ